ഹായ് ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ അച്ചുവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ നമ്മളിപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനൊരു പ്ലാനുണ്ട്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ടാണ്. ഞാൻ ഇപ്പോൾ ഊബർ വിളിച്ചിരിക്കുകയാണ്. സോ ഊബർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ ഈ ടീഷർട്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് മീശോ ഒന്ന് മാറി വന്ന ടീഷർട്ട് എന്ന് പറഞ്ഞിട്ട്. അതാണിത്. കൊള്ളായില്ലേ? സോ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇട്ടിട്ട് അങ്ങ് പോകാമെന്ന്. നടന്നുകൊണ്ടൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പുറത്തും വീടുകളുണ്ട്, അവരായിരിക്കും എനിക്ക് കട്ടാന്ന്. സോ അവിടെ ഭവ്യുണ്ട്. നമ്മളിന്ന് അത് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം, സർപ്രൈസായിട്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് അച്ഛൻ്റെ വീട്. ഹായ് ഗൈസ്, ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ അച്ഛൻ്റെ വീട്ടിൽ വന്നു കേട്ടോ. ഇന്ന് അവള് നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി. എനിക്ക് ഇത്ര കോൺഷ്യസ് ആവുന്ന. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ അച്ഛൻ്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. അവൾ മെനഞ്ഞാന്നൊരു ബിരിയാണി ഉണ്ടാക്കി കേട്ടോ, മട്ടൻ ബിരിയാണി. സോ അത് സക്സസ് ആയി, ഗ്രൂപ്പിലൊക്കെ ഇട്ടു. സോ ഞങ്ങളും പറഞ്ഞത് ഞങ്ങൾക്ക് കൂടെ വേണമെന്ന്. സോ ഇന്ന് അവൾ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. സോ ഭവ്യുണ്ട്, ഞാനുണ്ട്, അച്ചുമുണ്ട്. സോ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് കിടക്കാം. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് സവാള കട്ട് ചെയ്യണം. അപ്പം ഞാനൊന്ന് പോയി സഹായിച്ചിട്ട് വരാം. ഇതെല്ലായിടത്തും എൻ്റെ കൈ എത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊന്ന് ഉള്ളി അരിയുകയാണ്. അതൊക്കെ ചുമ്മാ വെറുതെ വയ്ക്കുക. ബിരിയാണിക്ക് വേണ്ട എത്ര സവാള നമ്മളെടുത്ത? 4 ബിഗ് സവാള. നമ്മൾ സവാള ഇവിടെ അരിഞ്ഞു വെച്ചു. അപ്പം തക്കാളി അരിയാണ്, ചെറിയ ചെറിയ പീസായി അരിയണം. നമ്മൾ കുക്കറിനകത്ത് സവാളയൊക്കെ ഇട്ടു. മസാലയൊക്കെ ഇട്ടു. അതിന് വേണ്ടി മസാലയൊക്കെ മാരിനേറ്റ് ചെയ്തു. മസാലയല്ല, മറ്റേ ഗ്രാമ്പൂം തക്കാളി അതൊക്കെ ഇട്ടു. അതൊക്കെ ഇട്ട് ഇപ്പോൾ നമ്മൾ ബിരിയാണിക്ക് ചേർക്കാനുള്ള ചിക്കൻ നമ്മളിവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തത് നമുക്ക് അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം. ഇതിനകത്ത് ചിക്കനിൽ തൈര്, പിന്നെ ബിരിയാണി മസാല ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പുതിനയിലയും അത് മിന്റ് ലീവ്സും പിന്നെ മല്ലിയിലയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇത്രയും ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്താണ് നമ്മളിത്. ഇപ്പൊ എത്ര മണിക്കൂർ ഇത് വെച്ചിട്ടുണ്ട്? 2 മണിക്കൂർ നമ്മളിത് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആവശ്യമില്ല, പിന്നെ ഇവള് വരാൻ ലേറ്റ് ആയി, അതുകൊണ്ട് ടേസ്റ്റ് കൂടുമെന്നാണ് അതിനർത്ഥം. അപ്പൊ നമുക്ക് ഇത് ആവശ്യത്തിന് ഉപ്പ് എല്ലാം ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട, ഇതിന്റെ വെള്ളം ഇറങ്ങി. അതാണ് കറക്റ്റ് പാകം. യെസ്, ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് അച്ചുവിന്റെ വീട്. ഇത് മേളിത്ത് വരികയാണേ. ഇവിടെ മുമ്പ് വാടകയ്ക്ക് കൊടുത്തിരുന്നായിരുന്നു, ഇപ്പം അവരില്ല. താഴെയാണ് അവർ താമസിക്കുന്നത്. അപ്പം നമുക്ക് ബാക്കി ബിരിയാണിയോട് എന്തായാലും നോക്കാം. സക്സസ് ആകുമെന്ന് അറിയത്തില്ല. ഞാൻ പണ്ടെന്തോ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഓർമ്മയില്ല. ഗൈസ്, അതിൻ്റെ കൊച്ചുനാളെ എന്തോ ഉണ്ടാക്കിയതാ. സോ അതെങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അല്ല, ഇതിൽ ഉപ്പിടണം, അരിയിൽ ഉപ്പിടണേ. ഇതിന് ഭയങ്കര ഉപ്പാണ്. അങ്ങനെ ചെയ്യണം. ഞാൻ ജിഞ്ചർ ഗാർലിക് എടുത്തില്ല, കിട്ടില്ല. ഇത് കണ്ടോ ഗൈസ്, എൻ്റെ മൂക്ക് ഇറങ്ങിട്ടതിന് ശേഷം എൻ്റെ മൂക്ക് പഴുക്കുന്നതാണ് തോന്നുന്നത്. അപ്പൊ നമ്മളവിടെ ബിരിയാണി ഓൺ പ്രോസസ്സാണ്. ടൊമാറ്റോ ഇട്ടിരിക്കുകയാണ്. ടൊമാറ്റോ ആൻഡ് സവാള.
ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല വഴമ്പോഴാണ് ഇതിൽ ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. നല്ല വഴങ്ങുന്നുണ്ട്. അത് നല്ല രീതിയിൽ വഴണ്ട് വരണം. വഴണ്ടാണോ വഴന്നാണോ? വഴണ്ട് കമന്റ് ചെയ്യാം. ഈ തവി കൊണ്ട് നമ്മൾ ഇളക്കത്തില്ലേ, ഞങ്ങൾ ഇളക്കുന്നെന്നാ പറയുന്നത്. ഇവിടെ കിണ്ടുക എന്നാണ് ട്രിവാൻഡ്രത്ത് പറയുന്നതാണ്, ഭവ്യ സിൽവർ പറയുന്നത് കിണ്ടുക. ഞങ്ങള് അലുവയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് കിണ്ടുക എന്ന് പറയുന്നത്. അത് തക്കാളി കൂടുതലാണെങ്കിൽ നമ്മളിത് ടൊമാറ്റോ റൈസ് ആയിട്ട് അങ്ങ് എടുക്കും കേട്ടോ. ചിക്കൻ ബിരിയാണി ചിക്കൻ ഇടാൻ പോവാണ് ഗൈസ്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിനകത്തോട്ട് ഇടുവാണ്. മസാല എല്ലാം നല്ല രീതിയിൽ വലിയ ഉടക്കാതെ ആക്കണം. മാറങ്ങോട്ട് കേട്ടാ പറ. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. അങ്ങനെയാണെങ്കിൽ 2 കപ്പ് അരിക്ക് 2.5 കപ്പ് അരി ആയിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ. 1 കപ്പിന് 1 ഞാൻ തരാം. ഓക്കെ, അപ്പൊ 2.5ക്ക് 3 ആയിരിക്കും അല്ലേ? ഓ സത്യം, കറക്റ്റ്. നമ്മള് ചിക്കനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മള് 2.5 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം. ഓക്കെ, ഒഴിച്ചു വിട്ടോ. അരി കഴുകി ഇടാൻ പോകുന്നു. നമുക്ക് മല്ലി പയ്യെ വിതറി കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും മല്ലിയിലയും അതെടുത്തിട്ട ഒറ്റൊരു അതിൽ തീർത്തു കാര്യം. ഇതാണ്ടേ കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്, മണമൊക്കെ വരുന്നുണ്ട് ചെറുതായിട്ട്. ഇപ്പൊ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒക്കെ ഒരു ചെയ്യാം. എത്ര വെക്കണം? 1 വിസിൽ. ഒറ്റ വിസിൽ മാത്രം കേട്ടാൽ മതി, അല്ലെങ്കിൽ അരി വെന്തു പോവും. നമ്മൾ ഉള്ളി വഴറ്റുകയാണ് ഗൈസ്. ഇത് അതിന്റെ പുറത്ത് ഇടാൻ വേണ്ടിയിട്ട് ബിരിയാണി സെറ്റ് ആയിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഇതെടുക്കാം. കരിക്കണം. ഇപ്പം നമ്മൾ സലാഡിന് വേണ്ടിയിട്ട് ഉള്ള സെറ്റിങ്ങൊക്കെ ശരിയാണ്. നമ്മൾ സവാളയും ചോപ്പ് ചെയ്തു, ടൊമാറ്റോയും ചോപ്പ് ചെയ്തു, ഇച്ചിരി മല്ലിയിലയും ഇച്ചിരി കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ടാൽ നമ്മളെ സലാഡ് ഇവിടെ സെറ്റാണ്. മയണൈസ് വലിയ ഫൈനലി നമ്മളെ കുക്കറിന്റെ ഒരു വിസിലൊക്കെ കേട്ടു. നമുക്ക് തുറന്നു നോക്കാം സക്സസ് ആയോ ഇല്ലയോ എന്ന് ഇപ്പൊ അറിയാം. ഓഹോ, ഓ സെറ്റ് ശരിയായോടി. ഇത് ഒരെണ്ണം എടുത്തത് ഓക്കെ വെന്തോന്ന് കണ്ടിട്ട് ഒരു ഭംഗിയൊക്കെ ഉണ്ട്. എന്താ ചിക്കൻ വെന്തില്ലെന്ന് തോന്നില്ലേ? ഓടി ചിക്കൻ കണ്ട പോലെ ഇല്ലല്ലേ? ഞാൻ ഇടയ്ക്കൂടെ കണ്ട്. ഓ നല്ല വെന്ത് ആണോ? ഗൈസ് നല്ല മണം വരുന്നുണ്ട്. അങ്ങനെ കണ്ടാ വെന്തോ വേവാത്ത പോലൊക്കെ. അത് ബ്രസ്റ്റ് കുറച്ചും കൂടെ നെയ്യ് വേണമായിരുന്നു അല്ലേ? മസാല വേണമായിരുന്നു തോന്നുന്നു. മസാല ഇല്ലേ ഇടി? അതെവിടെയാ? മസാല കണ്ട് ഒരു കളറ് കളറിനുള്ള ഫുഡ് കളറൊന്നും കിട്ടില്ല. എന്തോ എനിക്കറിഞ്ഞൂടാ. നമ്മളിത് കൂട്ടി കഴിക്കും മസാല ഇട്ടിട്ടില്ലാണോ അറിയത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് അതിലേക്ക് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ നമ്മൾ വറുത്ത് വെച്ച് സവാളയും കൂടി ഇട്ട് കൊടുത്തു. നമ്മുടെ ബിരിയാണി ഇവിടെ
സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നൊക്കെ കാണിക്കാം കേട്ടോ. ഗൈസ്, നമ്മളെ ബിരിയാണി സക്സസ് ആയിരിക്കുകയാണ്. സോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഹായ് ഗൈസ്, നമ്മളെ ബിരിയാണി അങ്ങനെ കിടിലുമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാവുന്നു, കണ്ടിട്ട് നല്ല മണമൊക്കെ ഉണ്ട്. അത് വിശക്കുന്നു, ഇപ്പോൾ 2 മണിയായി. സോ നമുക്ക് കഴിക്കാം. അപ്പം നമുക്ക് കഴിക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അച്ചുവിൻ്റെ കുക്കർ ബിരിയാണി. അച്ചുവിൻ്റെ കുക്കർ ബിരിയാണി ആണെങ്കിൽ 3 പേരുണ്ടാക്കിയ ബിരിയാണി. കൊള്ളിയും കൊള്ളാന്ന് പറയാം. ആ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്കൊരു കഷ്ണം എല്ലാം കുക്കറിനകത്ത് കിടക്കണമെന്ന് മസാല നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറുതായിട്ട് മസാലയുടെ ഒരു ഇതുണ്ട്, മസാലയുടെ കുറവുണ്ട്. അല്ലാത്ത സാധനം ഇതില്ല. ചിക്കനൊക്കെ കറക്റ്റായിട്ട് വെന്ത്, ചോറ് കറക്റ്റ് പാകമാണ്. ചിക്കൻ്റെ എല്ലത് കൊണ്ട് ചിക്കൻ കിടില കുറവല്ല തോന്നുന്നു. കൂടുതലൊക്കെ കൂടിപ്പോയാലെന്ന് വിചാരിച്ചാണ്. സലാഡും കൂടെ ഇട്ട് കഴിക്കുമ്പോൾ കറിയില്ല. നമ്മൾ കഴിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നല്ല ഉറക്കം വേഗത്തിൽ പറഞ്ഞ നമ്മളപ്പോൾ ഉറങ്ങാനായിട്ട് വന്നു. ഇനി ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് കാണാം. ചായ കുടിക്കാൻ പോവുകയാണ്.